ഒരു വ്യക്തിക്ക് സൗകര്യം പോലെ തോന്നുന്നത് പോലെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ എവിടെ വെച്ചും പീഡിപ്പിക്കാം, എവിടെ വെച്ചും ബലാത്സംഗം ചെയ്യാം. ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്, BJP-ക്കാർ ചിലപ്പോൾ കമന്റ് ഇടും, ഏതോ ഒരു പ്രസംഗത്തിന്റെ ചെറിയൊരു ക്ലിപ്പാണ് നീ വെച്ചത് എന്ന്. പൊന്നു പ്രേക്ഷകരെ, ഇന്ന് ശോഭാ സുരേന്ദ്രൻ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞ മുഴുവൻ വീഡിയോ ക്ലിപ്പും ഞാനിപ്പോൾ വെച്ച് തരാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ശോഭാ സുരേന്ദ്രൻ എന്ന്. പൊന്നാര പ്രേക്ഷകരെ, ഇപ്പോൾ പറഞ്ഞത് കേട്ടല്ലോ, അച്ഛനമ്മമാരില്ലാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാം, ബലാത്സംഗം ചെയ്യാം. അതിനുശേഷം ഇവർ പറയുകയാണ് അത് പറഞ്ഞത് പിഷാരടി എന്ന്. നാണമുണ്ടോ ശോഭാ സുരേന്ദ്ര? എവിടെയാണ് പിഷാരടി അങ്ങനെ പറഞ്ഞത്? എന്തിനാണ് ഇല്ലാത്ത കാര്യം പറയുന്നത്? 4 വോട്ടിന് വേണ്ടിയിട്ട് എന്ത് വൃത്തികേട് വേണമെങ്കിലും വിളിച്ച് പറയാമെന്നാണ് ശോഭാ സുരേന്ദ്ര? സത്യം പറഞ്ഞാൽ പൊന്നു പ്രേക്ഷകരെ, ഞെട്ടുകയാണ് ഞാൻ. ഇന്നവരെ കാണാത്തതാണ്. ഞാൻ റിയാക്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. ഇതുവരെ കാണാത്ത നെറികെട്ട രീതിയിലാണ് ഇത് വോട്ട് പിടിക്കുന്നത്. ഇങ്ങനെ ആരെങ്കിലും വോട്ട് പിടിച്ചിട്ടുണ്ടോ? ഇങ്ങനെയാണ് വോട്ട് പിടിക്കേണ്ടത്. വോട്ട് പിടിക്കേണ്ടത് വികസനം പറഞ്ഞിട്ടല്ലേ? ആരുമില്ലാത്ത അച്ഛനമ്മമാരില്ലാത്ത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ പ്രശ്നമില്ല എന്ന് രമേശ് പിഷാരടി പറഞ്ഞു എന്ന് ശോഭാ സുരേന്ദ്രൻ കളവ് പറയുകയാണ്. ശോഭാ സുരേന്ദ്രൻ പറയുന്ന മുഴുവനായിട്ടുള്ള വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ച് തരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്താണ് സംഭവമെന്ന് ആദ്യം പറഞ്ഞുതരാം. പൊന്നു പ്രേക്ഷകരെ, ഇന്നലെ രാത്രി പാലക്കാടിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടി വോട്ടിന് വേണ്ടിയിട്ട്, വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് പാലക്കാടിന്റെ വിവിധ ഇടങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ BJP പ്രവർത്തകർ, BJPക്ക് ശോഭാ സുരേന്ദ്രനെ വർഗീയവാദികൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് ശോഭാ സുരേന്ദ്രനെ പിന്തുണക്കുന്നവർ അവിടെ പിഷാരടിയെ തടയുകയാണ്. പിഷാരടിയോട് പോയി പറയുകയാണ്, നീ ഇവിടെ, ഞങ്ങളുടെ സ്ഥലമാണിത്, ഇത് BJP കോട്ടയാണ്, ഇവിടെ നീ വോട്ട് പിടിക്കാൻ വരണ്ട, ഇവിടെ നീ, അതായത് ഒരു മനുഷ്യന്മാരോടും വോട്ട് നീ ചോദിക്കണ്ട, കാരണം ഇത് BJP കോട്ടയാണ്, നിനക്കിവിടെ ആരും വോട്ടിടൂല, നീ ഇവിടെ കൂടുതലായി നിന്ന് കഴിഞ്ഞാൽ രമേശ് പിഷാരടി നിന്നെ ഞങ്ങൾ തല്ലും, നിനക്കെതിരെ ഞങ്ങൾ കല്ലെറിയുമെന്ന് BJP പ്രവർത്തകർ പറയുകയാണ്. എന്താണിത്? ഇതൊരു ജനാധിപത്യ ഇന്ത്യയല്ലേ? ഇവിടെ ഞാൻ കോൺഗ്രസിൽ മത്സരിക്കുകയാണെങ്കിലും CPM-ൽ BJP-ൽ മത്സരിക്കുകയാണെങ്കിലും എനിക്ക് ആരോട് വേണമെങ്കിലും വോട്ട് ചോദിക്കാം. ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് നടന്ന അറസ്റ്റിനെ തുടർന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യത്തിന് UDF-ന്റെ സ്ഥാനാർത്ഥി പറഞ്ഞ മറുപടി എന്തായിരുന്നു? UDF-ന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് ബലാത്സംഗം എന്നാണ്. ആര് പറഞ്ഞ്, എപ്പ പറഞ്ഞ്, തെളിവുണ്ടോ ശോഭാ സുരേന്ദ്ര നിങ്ങൾക്ക്? ഞാൻ തപ്പി. ഈ വീഡിയോ കണ്ടപ്പോൾ പൊന്നു പ്രേക്ഷകരെ, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും തപ്പാൻ ഇനി ബാക്കിയൊന്നുമില്ല. റിപ്പോർട്ടർ ചാനൽ നോക്കി, ഏഷ്യനെറ്റ് നോക്കി, എല്ലാ മാധ്യമങ്ങളിലും നോക്കി, ആരെങ്കിലും രമേശ് പിഷാരടി അങ്ങനെ പറഞ്ഞിനോ എന്ന്? പച്ചക്കളവ് പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ നടക്കാൻ നാണമില്ലേ ശോഭാ സുരേന്ദ്ര നിങ്ങൾക്ക്? ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട് പച്ചക്കളവ് പറയുന്നു എന്ന്. വീഡിയോയുടെ അവസാന ഭാഗം നിങ്ങൾക്ക് ക്ലിയറായി കൃത്യമായിട്ട് അറിയാൻ പറ്റും. ശോഭ തന്നെ സമ്മതിക്കുന്നുണ്ട് ഈ പറഞ്ഞതൊക്കെ വോട്ടിന് വേണ്ടിയെന്ന്. പൊന്നു പ്രേക്ഷകരെ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബാക്കിയും കൂടി കേട്ടു നോക്കാം. അതിനർത്ഥം ഒരു വ്യക്തിക്ക് സൗകര്യം പോലെ തോന്നുന്നത് പോലെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ എവിടെ വെച്ചും പീഡിപ്പിക്കാം, എവിടെ വെച്ചും ബലാത്സംഗം ചെയ്യാം. ഇത്ര നെറികെട്ട രീതിയിൽ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തെ അപമാനിക്കുന്ന രീതിയിൽ, ഇവിടുത്തെ പെൺകുട്ടികളുടെ, അമ്മമാരുടെ സ്വത്വബോധത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പ്രതികരിച്ചിട്ടുണ്ടോ? ഒരു രാഷ്ട്രീയ നേതാവും പ്രതികരിച്ചിട്ടില്ല. ഞാനൊരു കാര്യം പറയാം ശോഭാ സുരേന്ദ്ര, BJP-ക്കാരും CPM-കാരും UDF-കാരും ആരും ഇങ്ങനൊരു വർത്താനം പറഞ്ഞിട്ടില്ല. അതായത് അച്ഛനമ്മമാരില്ലാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കണം, ബലാത്സംഗം ചെയ്യണമെന്ന് നരേന്ദ്രമോദിയും പറഞ്ഞിട്ടില്ല, രാഹുൽ ഗാന്ധിയും പറഞ്ഞിട്ടില്ല, പിണറായി വിജയനും പറഞ്ഞിട്ടില്ല, ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? ആരാണ് ഇങ്ങനെ പറഞ്ഞത്? സത്യം പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രനോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങളൊരു സ്ഥാനാർത്ഥിയാണ്. നിങ്ങൾ ഈ പച്ചക്കളവ് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് അറിയും അത് പച്ചക്കളവ് എന്ന്. പക്ഷേ 100 പേര് ഇത് കാണുന്നുണ്ടെങ്കിൽ അതിൽ 1 or 2 പേർ വിചാരിക്കുന്നത് രമേശ് പിഷാരടി അങ്ങനെ പറഞ്ഞു എന്ന്. എന്തിനാണ് കളവ് പറയുന്നത്? കളവ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഭരിക്കാൻ? ഒരൊറ്റ കാര്യം പറയുകയാണ് ശോഭ, നിങ്ങൾക്ക് ജനങ്ങൾ വോട്ടിടണം. എന്ത്? നിങ്ങൾ കാണിക്കുന്ന നല്ല പ്രവർത്തി കണ്ടിട്ടാണ് നിങ്ങൾക്ക് വോട്ടിടേണ്ടത്, അല്ലാതെ പച്ചക്കളവ് വിളമ്പിട്ടല്ല. ബാക്കിയും കൂടി കേട്ടു നോക്കാം. ആ പ്രതികരണത്തെ തുടർന്ന് അമ്മമാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതിഷേധമുണ്ടാകും. നോക്ക്, നൈസായിട്ട്, അതായത് നമ്മുടെ പിഷാരടി വോട്ട് പിടിക്കാൻ പോകുമ്പോൾ അവിടെ തടയുകയാണ്.
അതിനെക്കുറിച്ചിട്ട് ഇപ്പൊ പറയുകയാണ്, അതായത് അച്ഛനമ്മമാരില്ലാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കൂ എന്ന് രമേശ് പിഷാരടി പറഞ്ഞത് കൊണ്ടാണ് തടഞ്ഞത് എന്ന്. എന്തൊക്കെയാ നമ്മൾ ഈ കേൾക്കുന്നത്? ഇത് കേരളമാണ്. യു പിയിൽ നിങ്ങൾ പ്രസംഗിച്ചാൽ ഒരു പക്ഷേ വിജയിക്കും, ഗുജറാത്തിൽ പ്രസംഗിച്ചാൽ വിജയിക്കും. ഇവിടെ മലയാളികളാണ്, ഇവിടെ ഞങ്ങൾക്കൊക്കെ പേടിയില്ല, ഇതിന്റെ പേരിൽ ഞങ്ങളെ തൂക്കിക്കൊല്ലാനും പ്രശ്നമില്ല, നിങ്ങൾ തൂക്കിക്കൊന്നാലും പ്രശ്നമില്ല, ഭരണം നിങ്ങളുടെ കയ്യിലാണ്. ഈ ചാനൽ ഒരു പക്ഷേ ഇല്ലാതാവും, എന്നൊരു പക്ഷേ തൂക്കിക്കൊല്ലും, എന്തിനു പേടിക്കണം? ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളതല്ലേ? എത്ര പേരാണ് ഇപ്പം നിരന്തരം മരിച്ചു വീഴുന്നത്? നമ്മളൊക്കെ ഇവിടെ ഫിക്സ്ഡ് ആണോ? ഇവറ്റകൾ കാണിക്കുന്ന വൃത്തികേട് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്താ ചെയ്യേണ്ടത്? ഇനിയും സമയം വൈകിട്ടില്ല. നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാവണം. കേരളത്തിന്റെ സ്ത്രീ സമൂഹത്തിന്റെ മുന്നിൽ സ്ത്രീകളെ വിൽപ്പനച്ചരക്കാക്കുന്ന, അവരുടെ മാംസത്തിന് വില പറയുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് താങ്കൾ പുറത്തിറക്കിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ശോഭാ സുരേന്ദ്ര, നിങ്ങൾ വലിയൊരു BJPയുടെ നേതാവാണ്. ഒരു പാർട്ടിയുടെ നേതാവായത് കൊണ്ട് ഇത്തിരി റെസ്പെക്റ്റിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ പൊന്നു പ്രേക്ഷകരെ, ശോഭാ സുരേന്ദ്രന് കല്ലെറിയേണ്ട ഒരു അവസ്ഥയാണ്. കൂട്ടത്തോട് കല്ലെറിഞ്ഞ് നാട് കടത്തേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ? അതായത് ഇവിടെ പറഞ്ഞൊരു ടോപ്പിക്ക്, അച്ഛനമ്മമാരില്ലാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കണം, ബലാത്സംഗം ചെയ്യണമെന്ന് രമേശ് പിഷാരടി പറഞ്ഞു എന്നാണ് ഇവിടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ഇത്രയും വലിയൊരു നേതാവ്, BJPയുടെ നേതാവാണ്, വേറൊന്നുമല്ല. ഇത്രയും വലിയ BJP നേതാവ് ഇത്തരത്തിൽ വലിയൊരു പച്ചക്കളവ് പറഞ്ഞിട്ട് പറയുകയാണ് രമേശ് പിഷാരടി മാപ്പ് ചോദിക്കണമെന്ന്. നാണമുണ്ടോ? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ? നിങ്ങൾക്ക് നേരെ കല്ലേറും വരാതിരിക്കാൻ നിങ്ങൾ നോക്കണമെന്ന് പ്രിയ ശോഭാ സുരേന്ദ്രനോട് ഒരു കാര്യം പറയുകയാണ്. കേന്ദ്രം നിങ്ങളുടെ കയ്യിലാണ്, ശരി തന്നെയാണ്. നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത്, അതുകൊണ്ട് എന്ത് വൃത്തികേട് പറഞ്ഞാലും ഇവിടെ നേടിയെടുക്കാമെന്നുള്ളൊരു ചിന്ത വേണ്ട ശോഭാ സുരേന്ദ്ര. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നതാണ് UDFന്റെ സ്ഥാനാർത്ഥിക്ക് നല്ലത്. എന്തൊക്കെയാ അല്ലേ ഇപ്പൊ എല്ലാം രമേശ് പിഷാരടി മാപ്പ് പറയണം. എന്തെന്ന് പോലും അറിയില്ല രമേശ് പിഷാരടിക്ക്. രമേശ് പിഷാരടി ചെയ്ത തെറ്റ്, അച്ഛനമ്മമാരില്ലാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ പറഞ്ഞു. ഇത്രേ എന്തൊക്കെയാ? സത്യം പറഞ്ഞ ഞാനായിരുന്നെങ്കിൽ എത്ര വലിയ സ്ഥാനാർത്ഥിയായിരുന്നു ഒരു പ്രശ്നമില്ല, കാരണത്തേക്കൊന്നും കൊടുക്കണം. നമ്മൾ ഇത്രയും വലിയൊരു ഇല്ലാത്ത അലിഗേഷൻ പറയുമ്പോൾ ഒരു അടിയുടെ കുറവുണ്ട്, അതിന്റെ പേര് നമ്മൾ മരിച്ചാലും പ്രശ്നമില്ല, ആണത്തത്തോടെ മരിക്കാം ഇവിടെ. ബാക്കിയും കൂടി കേട്ട് നോക്കാം. പെണ്ണുപിടിയന്മാരെയും ആഭാസന്മാരെയും തോളിൽ കയറ്റി നടക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പൊതുസമൂഹത്തിലെ അമ്മമാർ അതിനെതിരെ പ്രതികരിക്കും എന്ന് പറയുമ്പോൾ അത് മാധ്യമ ലോകം കാണേണ്ടത് ഒന്ന് ശുദ്ധത പഠിപ്പിക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ മനസ്സൊന്ന് ശുദ്ധത വരുത്തൂ ശോഭാ സുരേന്ദ്ര. ഞാൻ പൊന്നു പ്രേക്ഷകരെ, BJPയിൽ നല്ല നേതാക്കളുണ്ട്. ഞാനൊരു കാര്യം പറയാം. കെ സുരേന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് വർഗീയത പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, ഇവരെ പോലെയല്ല. ഓക്കെ, ഞാൻ കെ സുരേന്ദ്രനെ വെളുപ്പിക്കുന്നതല്ല, അദ്ദേഹം ഒരു ആക്സൈഡ് നല്ല മനുഷ്യനാണ്. ഇതുവരെ അദ്ദേഹം എത്രയോ തെരഞ്ഞെടുപ്പ് തോറ്റ് പണ്ടാരമടങ്ങി എവിടെയെങ്കിലും ഇങ്ങനൊരു അലിഗേഷൻ അദ്ദേഹം പറഞ്ഞിനോ? PC ജോർജ് പോലും പറയാത്ത കാര്യങ്ങളല്ലേ ഇവർ പറയുന്നത്. PC ജോർജ് പറയുന്നത് മലപ്പുറത്ത് പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കുമ്പോൾ പാകിസ്ഥാൻ ജയിക്കണമെന്ന് മലപ്പുറക്കാർ ആഗ്രഹിക്കുന്നത്രേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ടാണ് ഇവറ്റകൾ ഇവിടെ ഇരിക്കുന്നത്. ആരെങ്കിലും അങ്ങനെ ചിന്തിക്കോ? പച്ചക്കളവ് എന്തിനാണ് ഇവറ്റകൾ പറയുന്നത്? ഇവിടെ നോക്കി എത്ര വലിയ അലിഗേഷനാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അച്ഛനമ്മമാരുള്ള പെൺകുട്ടികളൊന്നുമല്ല, അച്ഛനമ്മമാർ ഇല്ലാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കണമെന്നാണ് രമേശ് പിഷാരടി പറഞ്ഞത് എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ ഇത്തിരിയെങ്കിലും ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ശോഭ നിങ്ങൾക്ക് വേണം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്താ ക്ഷീണം? അല്ലല്ല, ഞങ്ങൾക്ക് എന്താ ക്ഷീണം? അദ്ദേഹം ഇപ്പൊ ഇന്ന് രാവിലെ രഞ്ജിത്തിന്റെ വിഷയത്തിലായാലും നിയമ നടപടി നടക്കട്ടെ, അതായത് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, ഈ പെൺകുട്ടിക്ക്, അതായത് ഇരയായ പെൺകുട്ടിക്ക് നീതി ലഭിക്കട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ പോലീസിന്റെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോ ബലാത്സംഗം വ്യക്തിപരമാണ് എന്ന് പറഞ്ഞതോ? നോക്കൂ. അതായത് രമേശ് പിഷാരടി പറഞ്ഞത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ രാഹുൽ മാങ്കുടത്തിനായാലും മറ്റൊരു പാലക്കാടിലെ കോൺഗ്രസിന്റെ നേതാവിന് പീഡന കേസ് വന്നപ്പോൾ നമ്മുടെ രമേശ് പിഷാരടി പറഞ്ഞത് നിയമത്തിന്റെ വഴിക്ക് പോവട്ടെ എന്ന് പറഞ്ഞിട്ട് പോയതിനെയാണ് ഇവിടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അച്ഛനമ്മമാരില്ലാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത് നല്ലതാണ്, ബലാത്സംഗം ചെയ്യുന്നത് നല്ലത് എന്ന് പിഷാരടി പറഞ്ഞു എന്ന് പറയുകയാണ്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ചോദ്യത്തിന് ഉത്തരം പറയൂ. അല്ലല്ല, എന്താ പറഞ്ഞത്? എന്താ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? ബാധ്യത തീർച്ചയായിട്ടും ഏറ്റെടുക്കണം.
ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരമൊരു സാഹചര്യത്തിൽ പെട്ടുവെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അതിജീവിത പറഞ്ഞതിനു ശേഷം എന്തുകൊണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ UDFന്റെ സ്ഥാനാർത്ഥി തയ്യാറായില്ല എന്നുള്ള ചോദ്യം. നിങ്ങൾക്ക് എത്ര നാക്കുണ്ട് തള്ളേ? ഞാനിങ്ങനെ അല്ല, ആദ്യം പറഞ്ഞു നിങ്ങൾ, അതായത് ഈ വിഷയം ക്ലിയർ ചെയ്യണമല്ലോ നമ്മൾ. ആദ്യം പറഞ്ഞു അച്ഛനമ്മമാരില്ലാത്ത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണം, പീഡിപ്പിക്കണം എന്ന് പറഞ്ഞു എന്ന്. ഇപ്പൊ പറയുകയാണ് മറ്റേ നടപടി എന്തുകൊണ്ട് എടുത്തിട്ടില്ല എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് പിഷാരടി ഇവർക്കെതിരെ നിയമ നടപടിക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ വ്യവസ്ഥ, അതായത് ഡോക്ടർ അംബേദ്കർ എഴുതിയതുപോലെ നമ്മുടെ പൊളിറ്റിക്സ് നമ്മൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഈ സ്ത്രീക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അകത്ത് പോകേണ്ട കേസാണ്. അച്ഛനമ്മമാരില്ലാത്ത പെൺകുട്ടിയെ എവിടെയാണ് മറ്റേ രമേശ് പിഷാരടി പറഞ്ഞത്? ഇതിനൊക്കെ രമേശ് പിഷാരടി എതിർക്കണം. രമേശ് പിഷാരടി ഇവർക്കെതിരെ കേസുമായി മുന്നോട്ട് പോകണമെന്ന് പറയുകയാണ്. പൊന്നു പ്രേക്ഷകരെ, ആരിങ്ങനെ പറഞ്ഞാലും നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ഓക്കെ, തൽക്കാലം അതിൻ്റെ ചെയ്യുകയാണ്. ഓക്കെ, ബൈ.